കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ച തൃശൂർ സ്വദേശിനി ആനന്ദവല്ലിക്ക് പണം നൽകി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. തനിക്ക് പണം കിട്ടിയെന്നും സുരേഷ് ഗോപിയെ കാണുന്നതിനു പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്നും ആനന്ദവല്ലി പറഞ്ഞു. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി. മരുന്ന് മേടിക്കാൻ കാശായി. ഇനി ആവശ്യമുള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയേനായിരുന്നു. ആനന്ദവല്ലിയുടെ പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിഹാരമുണ്ടായതെന്ന് CPIM പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ പറഞ്ഞു. ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെട്ട മുറയ്ക്ക് ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി പഠിക്കണം. സുരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരജ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അതിനു മുൻപ് നമുക്ക് കണ്ടതാണ് വേലായുധൻ എന്ന വയോധികന്റെ പ്രശ്നം. വേലായുധനെ ഇനിയും കൂടുതൽ വേലായുധന്മാരെ അങ്ങോട്ട് ഞാൻ അയക്കുന്നുണ്ടെന്ന് ഇന്നലെ കൊടുങ്ങല്ലൂരിൽ അത് പറയുകയും ചെയ്തു കേന്ദ്രമന്ത്രി. ഇപ്പോൾ ആനന്ദവല്ലിയെയും അയച്ച പോലെയായി. എന്തായാലും ആനന്ദവല്ലിക്ക് ഈ പണം മടക്കി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ വാർത്ത, അതായത് ആനന്ദവല്ലിക്ക് കേന്ദ്രമന്ത്രിയിൽ നിന്നുണ്ടായ ദുരനുഭവം പങ്കുവച്ചുകൊണ്ടുവന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ബാങ്ക് അധികൃതർ തന്നെ ഈ ആനന്ദവല്ലിയെ കണ്ടെത്തുകയും പിന്നീട് ഈ പണം കൈമാറുകയും ചെയ്തു. ആനന്ദവല്ലി ചികിത്സയ്ക്കും മറ്റുമായി ആവശ്യപ്പെട്ട പണമാണ് ബാങ്ക് അധികൃതർ കൈമാറിയിരിക്കുന്നത്. ഇനി ആനന്ദവല്ലിയുടെ അക്കൗണ്ടിലുള്ള പണം അത് എത്രയെന്ന് വെച്ചാൽ അത് ആനന്ദവല്ലി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് കൈമാറാൻ തയ്യാറാണെന്നുള്ള ഉറപ്പ് ബാങ്ക് അധികൃതർ ആനന്ദവല്ലിക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശേഷം പുറത്തിറങ്ങിയ ആനന്ദവല്ലി മാധ്യമപ്രവർത്തകരോടാകട്ടെ വലിയ സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. താൻ സുരേഷ് ഗോപിയെ കണ്ടതിന് പകരം ഈ ബാങ്ക് അധികൃതരെ കണ്ടിരുന്നെങ്കിൽ തനിക്ക് ഇത്തരത്തിൽ ഈ അപമാനം ഏൽക്കാതെ തന്നെ ഈ പണം വാങ്ങാൻ കഴിയുമായിരുന്നു ഉള്ളതാണ് ആനന്ദവല്ലി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. എന്തായാലും ഈ കൊച്ചുവേലായതിനു ശേഷം ഈ കലിംഗ് വിവാദത്തിലേക്ക് പോയത് ആനന്ദവല്ലിക്കുണ്ടായ അനുഭവത്തെ തുടർന്നാണ്. നാളെയും വീണ്ടും സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ട് കലിംഗ് തൃശ്ശൂരിൽ ചേരുകയും ചെയ്യുന്നുണ്ട്. സ്മിത, സുരജ് സജിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.